കാൻ കരിക്കോട് സാറിനോട് ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഓരോ കുട്ടികളും 100 ആയിരക്കണക്കിന് കഴിവുകളോടാണ് ജനിക്കുന്നത്. പക്ഷെ ആ കഴിവുകളെ നമ്മൾ എങ്ങനെ, പ്രത്യേകിച്ച് പ്രതിഭ എന്നാണ് നമ്മൾ പറയേണ്ടത്. പ്രതിഭ, ഓരോ കുട്ടികളും കലാപ്രതിഭകളാണ്, പല വ്യത്യസ്ത വിഷയങ്ങളിൽ പ്രതിഭകളാണ്. ആ പ്രതിഭ എങ്ങനെ വളർത്തും എന്നുള്ളതാണ് നമുക്കിന്ന് സാറിനോട് ചോദിക്കാനുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു, ഒരാൾ സ്കൂൾ പുസ്തകങ്ങൾ വായിക്കുന്നതിലല്ല, പാഠ്യവിഷയങ്ങൾ മിടുക്കരാകുന്നതല്ല, അതിനപ്പുറത്ത് ഈ വിഷയങ്ങളെല്ലാം ഉൾക്കൊണ്ട ശേഷം അത് പ്രായോഗിക തലത്തിലേക്ക് ഉപയോഗിക്കാൻ തറ്റ ഒരു കഴിവ് ഒരാളിൽ ഉണ്ടാകുമ്പോഴേ അയാൾ പ്രതിഭയാകുന്നുള്ളൂ. അതെ അതെ അതെ. ആ കഴിവ് നന്നായി തരണം. ഏത് കഴിവായാലും അതിൻ്റെ ഉന്നത തലങ്ങളിൽ പ്രതിഫലിക്കത്തക്ക കഴിവുള്ള ഒരാളായി മാറുമ്പോഴാണ്, അത് സമൂഹത്തിന് ബോധ്യപ്പെടുമ്പോഴാണ് പ്രതിഭയായി. അപ്പോൾ മക്കളിൽ എന്ത് കാണിക്കണം? അതിന് വേണ്ടിയിരിക്കുന്നത് മക്കളിലൊരു ആധിപത്യം ഉണ്ടാകണം. ആധിപത്യം എന്ന് പറഞ്ഞാൽ അവന് വിരട്ടിയോ ആധിപത്യം അല്ലാതെ അവന് വേണ്ട ദിശ കാണിച്ചു കൊടുക്കണം. എങ്ങനെയാണ് പ്രതിഭയിലേക്കുള്ള വഴി അത് കുട്ടി അറിയണ്ടേ? അതിന് ആദ്യത്തെ ഭാഗം ചിട്ടയാണ്. അല്ല ഉഴപ്പി നടന്ന് രാവിലെ എഴുന്നേൽക്കുന്നത് എന്താ 9 മണിയായിട്ടും എഴുന്നേൽക്കുന്നില്ല, അതെന്താ ഇന്ന് ഞായറാഴ്ചയായിരുന്നു കൊണ്ട് എഴുന്നേൽക്കുന്നില്ല എന്ന് പറയുന്ന ആകരുത്. ഞായറാഴ്ച ആയാലും വെള്ളിയാഴ്ച ആയാലും ശനിയാഴ്ച ആയാലും കൃത്യമായ ഒരു സമയത്ത് ഉണരണം. പഠനത്തിൻ്റെ ഒരു ചിട്ട വേണം. ആ ചിട്ട കുട്ടിയിലുണ്ടാകണം. വേണ്ടേ? ഏതൊക്കെ കാര്യങ്ങൾ വേണം? അപ്പോൾ മുമ്പ് പറഞ്ഞതിൻ്റെ കൂട്ട് എന്ത് പ്രതികരിക്കാനും എന്ത് വായി വരുന്നത് പറയാനുള്ളതല്ല. നമ്മൾ എന്തൊക്കെ പ്രകോപനം ഉണ്ടായാലും നമ്മളിൽ ഒരു സ്റ്റാൻഡേർഡിന് അപ്പുറത്തേക്ക് നമ്മൾ ഒരു സംയമന അത് ഉണ്ടാകും. നമുക്ക് ചിലപ്പോൾ നമുക്കൊക്കെ പെട്ടെന്ന് വികാരങ്ങൾ പ്രകടിക്കും. പക്ഷേ എങ്കിലും നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടാകണം. നമ്മൾ ഇന്നതേ പറയൂ. നമുക്ക് വിഷമം ഉണ്ടാകത്തില്ലേ? ചിലപ്പോൾ ചില കാര്യങ്ങൾ ഉണ്ടാകും, പക്ഷെ നമ്മൾ ഇന്നതേ പറയൂ. ശീലങ്ങൾ, ഞാൻ പറഞ്ഞവരോട് ശീലങ്ങൾ നമ്മളുടെ ഒരു ഭാഗമാകണം. ശീലങ്ങൾ പറഞ്ഞാൽ ഉറക്കം, ഉണരൽ. അപ്പോൾ 6 മണിക്ക് മുമ്പ് ഉണരണം. അതിന് ചിട്ട വയ്ക്കണം. പ്രഭാത കൃത്യങ്ങൾ ആരും പറയാതെ ചെയ്യണം. ഭക്ഷണവും അതുപോലെ തന്നെ എല്ലാം കിട്ടണം. ഒരു ദിവസം പോലും നമ്മൾ താമസിച്ചതിനാൽ ബസ് കിട്ടാതെ വരരുത്. ആ അവധി ദിവസം പണ്ട് നമ്മൾ അവിടെ പറയുന്നതാണ്, സൂര്യോദയത്തിന് മുമ്പ് പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടുവരണം. അപ്പം അവനാണ് നമ്മൾ സുബഹി എന്ന് പറയുന്നത്. സുബഹി നമസ്കാരമൊക്കെ വെച്ചിരിക്കുന്നത് അതിന് മുമ്പ് വേണം. അപ്പോൾ അവധി അത് ഇതുവരെയൊക്കെ നമുക്ക് എല്ലാവരോടും പറയുകയാണെങ്കിൽ സൂര്യോദയത്തിന് മുമ്പ് ഏത് കുട്ടിയും ഉണരണം, ഇല്ലേ? അതുപോലെ തന്നെ പത്രവായന. ഇപ്പോൾ പത്രം വായന കുറഞ്ഞു, എന്നാലും കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പത്രം വായിക്കണം. അതിന് ശേഷമേ പ്രാതൽ കഴിക്കാവൂ. പ്രാതൽ എന്ന് പറഞ്ഞാൽ രാവിലെയുള്ള ഭക്ഷണം കഴിക്കാവൂ. ഒന്നിച്ച് വൈകിട്ട് എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അതിനിടയിൽ അത് കഴിയുന്നിടത്തോളം എല്ലാവർക്കും പറ്റുന്നില്ല. അപ്പോൾ അതിനിടയിൽ അത്യാവശ്യ കാര്യങ്ങൾ ചർച്ച ചെയ്യാം, എന്തും പറയാം. അങ്ങനെ ഒരു സ്നേഹനിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ കുട്ടിയെ ഗൈഡ് ചെയ്യുമ്പോൾ അവരിലെ പ്രതിഭ ഉണരും. അതാണ് ഞാൻ പ്രതിഭ എന്ന് പറയുന്നത്. അടിച്ചു നിറയ്ക്കുന്നതല്ല, ഒരു കഴിവാണ്. ആ കഴിവിനെ പുറത്തു കൊണ്ടുവരാൻ രക്ഷകർത്താക്കൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടുവന്നത്. അൽഹംദുലില്ലാ, വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് നമുക്ക് കിട്ടിയത്. ഓരോ കുട്ടിയിലും പ്രതിഭകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. പക്ഷെ ആ പ്രതിഭകൾ നമ്മുടേതായ ജീവിത സാഹചര്യങ്ങളെല്ലാം മങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. ഒന്നും പുറത്തോട്ട് വരുന്നില്ല. അപ്പോൾ അതിനെ പുറത്തു കൊണ്ടുവരാൻ, ആ പ്രതിഭകളെ ഉണർത്തിക്കൊണ്ടുവരാൻ അവർക്ക് ജീവിതത്തിൽ ഒരു ചിട്ട ഉണ്ടാക്കലാണ് ആദ്യത്തെ ബാധ്യത. അവനൊരു ചിട്ടയില്ലാത്ത ഒരുത്തിനും ഒരിക്കലും പ്രതിഭയാവത്തില്ല. അപ്പോൾ ആ ചിട്ടയിൽ എല്ലാ വായനാശീലം വരുന്നു, അവൻ്റെ നിത്യപ്രവൃത്തി വരികൾ വരുന്നു, അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു കുട്ടിയായി വളർത്താൻ നമുക്ക് മാതാപിതാക്കൾ ശ്രമിച്ചാൽ നടക്കും. അള്ളാഹു തആല അതിനുള്ള വഴികൾ തുറന്നു നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് കാൻ കരിക്കോട് സാറിൻ്റെ ഈ വിലപ്പെട്ട ഓരോ അറിവുകളും അതിനുള്ള നേർമാർഗം കാണിച്ചു കൊടുക്കാൻ സാറിനെ പോലുള്ളവരെ സഹായം തേടുക. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.